ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്ന് സൺഡേ ആണ്. എല്ലാവരും അടിച്ചു പൊളിച്ചോ? പുറത്തൊക്കെ പോയോ? നമ്മളിന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അനുമോനിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, സഹോദയയുടെ ദഫ്മുട്ടിൻ്റെ. തുത്തുമോളും മല്ലുമോളും ഇവിടെ ഉണ്ട്, ഉമ്മച്ചിയുണ്ട്, എല്ലാവർക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാൻ അതായത് 2-3 ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് കിച്ചണിൽ അധികം ക്ലീനിങ് പരിപാടികളൊന്നും നടത്താൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്ലീനിങ്ങിന് ഇറങ്ങി. കിച്ചൺ ക്ലീനിങ്ങും പിന്നെ ഒരു ചേഞ്ചൊക്കെ ആർക്കും ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താമെന്ന് കരുതി ചില കലാപരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും വായോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, കമോൺ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ പ്രിയപ്പെട്ട അടുക്കള. ഞങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന പണികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അലമ്പായി കിടക്കുന്നത്. പക്ഷെ നമുക്ക് വഴിയുണ്ടാക്കാം, നമുക്ക് ചായ മാറ്റാം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം അത് സെറ്റാക്കാം. അപ്പം ഞാൻ കബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പും വെള്ളമൊക്കെ എടുത്ത് സ്ക്രബ്ബറൊക്കെ വെച്ച് ഉരച്ച് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നിലത്തൊക്കെ കുറേശ്ശെ ഈ സോപ്പും വെള്ളമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യും ക്ലീനിങ്. പിന്നെ കുറച്ച് ദിവസമൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, പിന്നെ വിട്ട് കളയും. അപ്പോൾ വീണ്ടും കച്ചറ വരും. അങ്ങനെ കബോർഡിൻ്റെ ഉൾഭാഗം അതെട്ടാ. പാത്രങ്ങളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ പാത്രം വെക്കുമ്പോൾ വെള്ളം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് മെസ്സാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിതാ ഇത് എല്ലാ കബോർഡുകളും ഓരോ ഡോറായിട്ട് സ്ക്രബ് വെച്ച് കഴുകി തുടച്ച് ക്ലീനാക്കി. ഇതാ അപ്പം നമ്മളുടെ ഈ ഒരു സൈഡ് ഫുള്ള് ഫിനിഷായി. ഇനി ഇപ്പുറത്തെ സൈഡുണ്ട്, കണ്ടില്ല ഓരോന്നിങ്ങനെ ഇതായിട്ടേ. ഇപ്പം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇതാ മുകളിലേക്ക് പോകുകയാണ്. മുകളിലെ കബോർഡുകളൊക്കെ കണ്ടില്ല. നമ്മൾ ഈ ഡോറ് തുറക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ ഈ മസാല ഒക്കെ പരറ്റാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പൊടികളൊക്കെ എടുത്ത് അങ്ങനെ തന്നെ തിരിച്ചൊക്കെ വെക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് നമ്മൾ കളറൊക്കെ ആവും. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഹാഫ് സ്റ്റൂൾ ഇട്ട് കയറി നിന്ന് അത് ഫുള്ള് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിത് ക്ലീൻ ചെയ്യുമ്പോൾ ഈ സോപ്പിൻ്റെ വെള്ളം താഴെ പോയിരുന്നെന്ന്. അപ്പോൾ അത് താഴെ ഉണ്ടായിരുന്നു. സ്റ്റൂളിൻ്റെ കാലങ്ങനെ വളഞ്ഞ് ഞാൻ അങ്ങനെ ബാക്ക് അടിച്ച് വീണ് ഗൈസ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല വേദനയൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല, കാരണം കിടന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ കബോർഡുമേലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞ ഒരു ചേഞ്ച്. അപ്പോൾ ആദ്യം ഞാൻ കബോർഡിൻ്റെ ഡോറിൻ്റെ അളവ് എടുത്തിട്ട് വന്നിട്ട് ആ അളവിൽ കട്ട് ചെയ്ത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റോൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇത് ആക്ച്വലി വേറൊരു സംഭവത്തിന് വേണ്ടി വാങ്ങിയതാണ്. അത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. പിന്നെ തോന്നി അതവിടെ നിൽക്കട്ടെ, ഇതുമ്മലെ ഒരു ചേഞ്ച് വരുത്താം. കാരണം ഈ പറഞ്ഞ പോലെ അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്നൊന്നും പൊടി പിടിച്ചാൽ അറിയൊന്നുമില്ലല്ലോ. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന പരിപാടി തുടങ്ങി ഗൈസ്. അപ്പോൾ ഒട്ടിക്കാൻ നല്ല പാടാണ് കേട്ടോ. കാരണം ഇത് നേരെ ഒട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിലൊന്നും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ബാക്കിലത്തെ പേപ്പർ പതുക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഞാനിത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൊളായാലെല്ലാവരും കളിയാക്കൂലേ. അപ്പോൾ അത് കാരണം വേണ്ട, ഒരു സക്സസ് തന്നെ ആക്കണം എന്നുള്ള വാശി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പതുക്കെ അതിങ്ങനെ എന്താ പറയുക, റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടുന്നുണ്ട്. പിന്നെ ഭയങ്കര പശയാണ് കേട്ടോ. പശ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പശയാണ്. അപ്പോൾ എന്താണ്, ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മേക്ക് ഓവർ കേട്ടോ. ചെറിയൊരു ചിന്ന മേക്ക് ഓവർ. അപ്പോൾ ഒരെണ്ണം സക്സസ് ആയി ഗൈസ്. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അടുത്തത്. പക്ഷേ ഇത്ര ഫിനിഷിങ്ങിൽ പിന്നത്തതൊന്നും കിട്ടിയില്ല. കാരണം എനിക്ക് അപ്പോഴേക്കും പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയും വേഗം ഇതൊന്ന് കഴിഞ്ഞൊരു തിൽ ഇരുന്നാൽ മതി എന്നായി എനിക്ക്. അങ്ങനെ നമ്മളിതാ ഒരു 5 ഡോറിനുള്ള പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടത്. ഈ ഒരു റോളുകൊണ്ട് നമുക്ക് അത്ര കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ഷീറ്റാണ്. ആമസോണല്ലല്ല, മീഷോ ആയിരുന്നു. 137 രൂപ എന്തോ അങ്ങനെ ഉള്ളൂ 200 സെൻറ്റിമീറ്ററിന് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാനൊരു 4 റോള് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വന്നാൽ ഇനി ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായി ഞാൻ ഈ ചെയ്യുന്ന ലാസ്റ്റത്തെ ഡോറുണ്ടല്ലോ,
അതുവരെ നമുക്ക് ഇത് കിട്ടിയുള്ളൂ. ഞാനപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ്. അളവൊക്കെ എടുത്തപ്പോൾ എനിക്ക് വിഷമായി, അയ്യോ ഇതെല്ലാത്തിനും തികയൂലല്ല എന്നുള്ളത്. പിന്നെ ഒരു നിലക്ക് കഴിഞ്ഞല്ല എന്നുള്ളൊരു സമാധാനം. അപ്പോൾ അത് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട ഗൈസ്. അങ്ങനെ ഇതാണ് മക്കളെ എൻ്റെ കിച്ചണിൻ്റെ ചിന്ന മേക്ക് ഓവർ. ഇനി ബാക്കിയുള്ള ഷീറ്റ് വന്നിട്ട് വേണം എല്ലാ കബോർഡുകളും ഇതുപോലെയൊക്കെ ഒട്ടിച്ച് നീറ്റാക്കി നല്ലൊരു പിക്ക് ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാൻ ഈ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഈ ഷീറ്റ് ഞാൻ വാങ്ങാനുള്ള റീസൺ ഞാൻ പറയാം കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ LGയുടെ ഫ്രിഡ്ജാണോ? നമ്മളുടെ വീട്ടിൽ LGയുടെ ഫ്രിഡ്ജാണ് കേട്ടോ. നമ്മളിപ്പോൾ വീട് പാർക്കുമ്പോൾ വാങ്ങിയതാണ്. നമ്മൾ 2014 പാർത്തത്. അന്ന് വാങ്ങിയ ഫ്രിഡ്ജാണിത്. നമ്മളുടെ ഈ ഫ്രിഡ്ജിന് 10 years കംപ്രസർ വാറൻറ്റിയും 4 star 5 star ഒക്കെ ആയിരുന്നു കേട്ടോ ഈ ഫ്രിഡ്ജ്. അപ്പോൾ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കണ്ടോ ഇതിൻ്റെ മുകളിൽ ഈ പുറത്ത് കാണുന്നത് സ്റ്റിക്കറായിരുന്നു. കണ്ടോ കംപ്ലീറ്റ് ഇളകി. ഇത് ഇപ്പോൾ ഒന്നല്ല കേട്ടോ, ഒരു 5 കൊല്ലം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ അധികം സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ പിന്നെ നമ്മൾ നാട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പം നാട്ടിലായപ്പോഴാണ് നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു അപാകത. ഇപ്പം നമ്മളവിടെ ക്ലീൻ ചെയ്യുമ്പോഴും ക്ലീൻ ആവണില്ല, കാരണം ആ സ്റ്റിക്കറിൻ്റെ കളറൊക്കെ മാറിയിട്ടാണത്. അപ്പം ഞാൻ സത്യത്തിൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റിക്കർ വാങ്ങിയത്, വാൾപേപ്പർ. പക്ഷേ അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ എന്തോ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റിയത് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ LG ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുവരെ എനിക്ക് അങ്ങനെ LGനെ കുറിച്ചൊരു നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളുടെ വീഡിയോ എല്ലാവരും ഫുള്ളായി കണ്ടോ അതോ സ്കിപ്പ് അടിച്ച് കണ്ടോ? അപ്പോൾ എങ്ങനെ കണ്ടാലും എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? കുറേ നാളായി കബോർഡ് ക്രീം കളർ എന്നെ കണ്ടിട്ട് ഒരു ചേഞ്ച് വേണമെന്ന് ഇങ്ങനെ തോന്നുന്നു. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സ്റ്റിക്കറാണത്. ഞാൻ സത്യത്തിൽ ഓർഡർ ചെയ്തത് കബോർഡിന് വേണ്ടിയിട്ടല്ല കേട്ടോ. അത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ വീഡിയോയിൽ, ഫ്രിഡ്ജിന് വേണ്ടിയായിരുന്നു. പിന്നെ മടി പിടിച്ച് ഒരു 6 മാസത്തിൽ കൂടുതലായി ആ സ്റ്റിക്കർ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇന്നിപ്പോൾ പെട്ടെന്നൊരു തോന്നല്ല കബോർഡുമ്പോൾ ചെയ്തല്ലോ. പക്ഷെ എന്താണ്, നമ്മൾ ഫ്രിഡ്ജിന് വേണ്ടി, കാരണം ഞാൻ ജസ്റ്റ് ഒറ്റ റോളാണ് പറഞ്ഞിരുന്നു, ഓർഡർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയും എത്തിയില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ വേറെ 4 റോൾ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയിട്ട് ഇതിൻ്റെ ബാക്കി അപ്ലോഡ് ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ, സീ യു.